ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടോ. എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതന്നെ കൂന്തൽ നിറച്ചത്. ഒന്ന് തിന്നാലില്ലേ പിന്നെ തിന്നോണ്ടിരുന്നു. സംഭവമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, സംഭവം അടിപൊളിയാട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കൂന്തലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഇല്ലേ, ഇതിൻ്റെ മേലൊരു ചുവന്ന പോലത്തെ തൊലി ഉണ്ടാവില്ല, അതൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഉള്ളൊന്നും കൂടി ക്ലീൻ ആക്കണം കേട്ടോ. നിങ്ങളായാലും ശരി, ഇതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ക്ലീൻ ചെയ്യാൻ വിട്ടുവരുത്. നമ്മളിത് റൗണ്ടിലൊന്നും കട്ട് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു വഴുവഴുപ്പ് ഉണ്ടാവും. അത് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വയറ് വേദനയൊക്കെ എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ പരിപാടി കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കൈ വിരലിട്ടിട്ട് ഇങ്ങനെ കറക്കി എടുത്താൽ തന്നെ ഈ സാധനം ഇല്ലേ നല്ല സുന്ദരമായിട്ട് വരും കേട്ടോ. പിന്നില്ലേ, ഈ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാനില്ലേ ഏറ്റവും ബെസ്റ്റ് ഇല്ലേ വലിയ കൂന്തലല്ല കേട്ടോ, ഇതേപോലെ ചെറിയ കൂന്തൽ ഉണ്ടാക്കും കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് ഇനി ഇത്ര ചെറിയ കൂന്തൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി വലുതെടുക്കുക കേട്ടോ. അല്ല, ഇതിനെ ക്ലീൻ ചെയ്ത് ഇത് നിറച്ചതിനുള്ള സംഭവം ചെറിയ, നിങ്ങൾ ഫസ്റ്റ് ഞാൻ കണ്ടില്ലേ അത്രയും ഉണ്ടാവും. അങ്ങനെ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലെന്ന്. അതിൻ്റെ സൈഡിൽ ഒരു വാല് പോലെ ഉണ്ടാവല്ലേ, ചിറക് പോലെ, അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിലിടാനുള്ളത് കേട്ടോ. അങ്ങനെ ഓരോന്നും ഞാൻ ശ്രദ്ധിച്ച്, ഇനി എവിടെയെങ്കിലും ആയ കറുത്ത ഒരു തോല് പോലത്തെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നല്ല പോലെ മാറ്റിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കല കേട്ടോ. നിങ്ങളും നല്ല സാവകാശം ഇരുന്ന് ക്ലീൻ ചെയ്തിട്ടാക്കിയാൽ മതി. അങ്ങനെയല്ല, നമുക്ക് തിന്നാനില്ലതല്ലേ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തലയെല്ലാം. ഇനി നമുക്കിത് വേറെ ആക്കി മാറ്റാം. അതിൻ്റെ ഉടലെതാ അതിൻ്റെ തലയില്ലേ അത് വേറെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ ചിറകാട്ടോ ഇത്, അതൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ചിറകൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ കടികളിലെ മസാല ഉണ്ടാക്കും കേട്ടോ, കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി. പാൻ ചൂടായതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഒരു 15 ചെറിയുള്ളി ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിയാൽ മതി കേട്ടോ. ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അതും കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ല പോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലേ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതോടൊപ്പം ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ മസാല നിങ്ങൾക്ക് ഈ രീതിയിലല്ലാണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കില്ലേ ആ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ. എനിക്കിഷ്ടമായത് ഈ ഒരു രീതിയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. അതേപോലെ വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്താട്ടോ. ഞാൻ ഏകദേശം 5 അല്ലി വെളുത്തുള്ളി ആട്ടോ, അതും ചെറുതായി കട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കണ്ടത്. 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ 4 പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ നല്ല സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ ചെറിയ ഇതിലാട്ടോ ചെയ്യുന്നത്, സ്പീഡ് കൂട്ടിയതുകൊണ്ട് മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂന്തലിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആക്കിയതില്ലേ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിൽ കൂടുതൽ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതാ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് സംഭവം സെറ്റായി. നമ്മളങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാലയും കഞ്ഞിയും കുടിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അതാ എൻ്റെ കൂടെ ഹെൽപ്പിന് ഇതാ ഇവിടെ ഒരാളുണ്ട്. സ്റ്റാർട്ടിങ് മുതലേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിതാ നമുക്കിനി മസാല നിറച്ചാലോ. അതിന് വേണ്ടി ഞാൻ ആദ്യം സ്പൂൺ എടുത്ത് കോരിയിടാൻ നോക്കി. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റൂല കേട്ടോ. സ്പൂണിൻ്റെ ബാക്കിൽ മസാല കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സുഖസുന്ദരമായിട്ട് കയറും. സാവകാശം ചെയ്താൽ മതി. നിങ്ങളിതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നോക്കാം കേട്ടോ. ഇനി ഇതേപോലെ കൂന്തലിൻ്റെ ആ തലഭാഗമില്ലേ അതും കൂടി ഇതിൽ കയറ്റിയിട്ട് ഒറ്റ കയറ്റി കൊടുത്താൽ മതി കേട്ടോ. നല്ല ഇങ്ങനെ കയറുമ്പോൾ സാവകാശം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടൊന്നും ചെയ്യൂല, എന്നാലും ഇത് ഇതേപോലെ കുത്തി നേരെ ഇതേപോലെ ഇങ്ങനെ മടക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നിന്നൊന്നും പുറത്തേക്കൊന്നും വരില്ല. ഇതിൻ്റെ തല ഈ കുത്തുന്ന ടൈമ് ഇതിലേ പെടണം, അത്രയേ ഉള്ളൂ. ഇതാണെങ്കിൽ ചെറിയ കൂന്തലും കൂടി ആയത് കൊണ്ട് ഇങ്ങനെ ഒരു കുത്തൽ കുത്തി തന്നെ ഇതനങ്ങാണ്ട് അവിടെ നിൽക്കട്ടോ. അങ്ങനെ ഇളകിയിട്ടൊന്നും വരില്ല. പിന്നെ മസാല കയറ്റുന്ന ടൈമില്ലേ കൂടുതൽ മസാല കയറ്റാണ്ട് നോക്കാം കേട്ടോ. അങ്ങനല്ല കൂടുതൽ മസാല വന്നാലില്ലേ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഇതേപോലെ തന്നെ ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ചെണ്ണത്തിൻ്റെ തല എവിടെയോ പോയിട്ടുണ്ട്. എവിടെ പോയിന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ആവിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ലാസ്റ്റ് ഇത് മൊത്തത്തിൽ അങ്ങനെ തന്നെ തട്ടിക്കൊടുക്കുക ചെയ്തത്. ഇനി ഇത് ആവിയിൽ വരുന്ന ആ ടൈമിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് നല്ലപോലെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇനി അത് നമുക്കിതാ ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഈ തക്കാളീൻ്റെയും ഉള്ളീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കാണ് നമ്മൾ കൂന്തലിതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഈ വീർത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആവിയിൽ വേവിക്കുന്ന ടൈമിന് കൂടുതൽ ഇത് കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഓൾറെഡി ഈ കൂന്തൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ചെമ്മീൻ പോലെ തന്നെ കൂടുതൽ വെന്താൽ ഇത് റബ്ബർ പോലെയാവും. അതുകൊണ്ട് കൂടുതൽ കുക്ക് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിതാ നമ്മൾ മസാല നല്ലപോലെ വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. നല്ല കൂന്തൽ കൂടുതൽ ഇത് ഓൾറെഡി ഇത് കുക്കായതാണ്. ഇനിയും കൂടുതലായിട്ട് ഇതാവാണെങ്കിൽ കുക്കാവുന്ന ടൈമിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ടൈം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, സാവകാശം കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. എൻ്റെ പൊന്നെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സംഭവമില്ല, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.